എല്ലാവർക്കും ഒരു ഹായ് പോവും. ഇന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സീറ്റ് എന്ന സീരീസിന്റെ എപ്പിസോഡ് 2 ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ ആദ്യം പറഞ്ഞേക്കാം. അപ്പൊ ആദ്യം തന്നെ മന എന്തോ പറയുമല്ലോ, അത് സ്പിരിച്വൽ പവർ. അത് 2 തരത്തിലുണ്ട്, ഇന്റേണലും എക്സ്റ്റേണലും. ഈ എക്സ്റ്റേണൽ എന്നത് 200 വരെയും ഇന്റേണല് അൺലിമിറ്റഡ് ആയിട്ട് വരും. സംഭവമൊന്നുമില്ല, ഈ സോൾ പവർ ഡൗക്കി അതുപോലെ ഇതിൽ മന അല്ലെങ്കിൽ സ്പിരിച്വൽ പവർ ആകണം. ഇതിൽ ഓരോരോ ലെവലുണ്ട്. നോർമൽ രീതിയിൽ തന്നെ എന്നതിൽ കുറച്ച് പാടാണ് എങ്കിലും പറയാം. ലെവൽ 1 നൈറ്റ് സ്ക്വയർ 10 മുതൽ 100 വരെ, സ്റ്റാൻഡേർഡ് നൈറ്റ് 100 തൊട്ട് 200 വരെ, അല്ലെങ്കിൽ 101 തൊട്ട് 200 വരെ, ജെന്യൂൻ നൈറ്റ് 201 തൊട്ട് 500, ഗ്രാൻഡ് നൈറ്റ് 501 മുതൽ 2000, എർത്ത് നൈറ്റ് 2001 തൊട്ട് 4000, റേഡിയന്റ് നൈറ്റ് 4001 തൊട്ട് 10000, ടെമ്പിൾ നൈറ്റ് 10001 തൊട്ട് 30000, സെയിന്റ് നൈറ്റ് 30001 തൊട്ട് 1,00,000, പിന്നെ ഡിവൈൻ നൈറ്റ് 1,01,000 മുതൽ 9,99,999. പിന്നെ ലെവൽ 10 ആകുമ്പോൾ ഗോഡ് നൈറ്റ്, അതായത് 1,00,000 10 ലക്ഷം. ഇതിൽ ആദ്യം തന്നെ 10 മുതൽ 100, അതിൽ 10 തൊട്ട് 20 വരെ 1 റാങ്ക്, 20 തൊട്ട് 30 വരെ 2 റാങ്ക്, അങ്ങനെ പോകുന്നു. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇതിൽ ലെവൽ 1 ലെവൽ 2 അങ്ങനെ പോകുന്നതാണ്. അത് മനസ്സിലാകാത്തവർക്ക് പോകെ മനസ്സിലായിക്കോളും. ഇനി ഇന്റേണലും എക്സ്റ്റേണലും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇന്റേണല് സോൾ പവർ ഡൗക്കി പോലെ കൾട്ടിവേഷൻ ചെയ്യുന്നതും എക്സ്റ്റേണല് ബോഡി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അത് 200 വരെയാണ് മാക്സിമം, അതിൽ കൂടുതൽ പോയിട്ടില്ല. അതുപോലെ തന്നെ സ്ക്വയർ നെറ്റിൽ തന്നെ 90 ലെവലിന് മുകളിൽ എക്സ്റ്റേണൽ വന്ന സൺ ഓഫ് ലൈറ്റ് ആയിട്ട് മാറും. ആളെ ചൂസ് ചെയ്യും. അപ്പോൾ അത്രയാണ് പറയാനിരുന്നത്. ഇനിയുണ്ടായിരുന്നു, അതൊക്കെ ലാഗാക്കും. പിന്നെ ഞാൻ ഇതിലൊരു വേറെ സീരീസ് ഇട്ടിരുന്നു. വലിയ വേസ് ഒന്നുമില്ല, എങ്കിലും ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകണം. അതുപോലെ തന്നെ ഈ ആനിമേസ് എല്ലാം ഈ ചാനലിലും, അതുപോലെ മറ്റേ സീരീസ് TV സീരീസ് എല്ലാം ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങി അതിലിടാനാണ് പ്ലാൻ. മെയിൻ ഫോക്കസ് ഈ ചാനലിലായിരിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ അതത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ കാണാൻ പോകുന്നത് ത്രോൺ ഓഫ് സീൽ എന്ന ആനിമേ സീരീസിന്റെ എപ്പിസോഡ് 2 ആണ്. ഇതിന് മുൻപ് ഒരു എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ മാത്രമേ പാസ്റ്റിൽ നടന്നത് മനസ്സിലാകൂ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ 10 വർഷം കഴിഞ്ഞാണ് കാണിക്കുന്നത്. ടെമ്പിൾ അലയൻസിന്റെ കീഴിലുള്ള ഓഡിൻ എന്ന സിറ്റി, അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. സംഭവം നൈറ്റ് ആണല്ലോ. ടെമ്പിൾ അലയൻസ് അതിലെ നൈറ്റ് ടെമ്പിൾസ് ഉള്ളവരെ ആകാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ചെറുപ്പം മുതലേ തന്നെ പഠിപ്പിച്ചു തുടങ്ങും. അതുപോലെ തന്നെയാണ് മറ്റു ടെമ്പിൾസിലുള്ളതും. അവിടെയുള്ള ഒരു മാസ്റ്ററായ ബാൾസ, അതോ ബാർസയോ, ബാൾസ എന്ന് പറയും, പേര് മറന്നുപോയി. ഈ നൈറ്റ് ആകുന്നത് എന്തിനാണ് എന്നെല്ലാവരോടും പറയാനായിട്ട് പറയുമ്പോൾ അവർ പറയാനായിട്ട് തുടങ്ങും. ഡീമൺസിൽ നിന്ന് ഹ്യൂമൻസിനെ രക്ഷിക്കാൻ, അവരെ ഹെൽപ്പ് ചെയ്യാൻ, സമാധാനം കൊണ്ടുവരാൻ എന്നൊക്കെ പറയുകയാണ്. അവർ കുറച്ച് വർഷമായിട്ട് ഇവിടെ പഠിക്കുന്നു. ഇനി അവരുടെ എനർജി അല്ലെങ്കിൽ മാന അത് ടെസ്റ്റാണ്. 10 മാന എന്ന് പറയുമ്പോൾ എന്തോ പോലെ എനർജി എന്ന് പറയാം. 10 എനർജി കൂടുതലുള്ളവർ മാത്രമാണ് ഇവിടെ തുടർന്ന് പഠിക്കുക. അല്ലാത്തവർ തിരികെ വീട്ടിലോട്ട് പോയിക്കോണം. അതുപോലെ അവർക്ക് 10 എനർജിയിലേക്ക് കയറുമ്പോൾ സ്ക്വയർ നെറ്റും എന്ന ടൈറ്റിലും കിട്ടും. ഇപ്പോഴാണ് ഈ സ്റ്റോറിയിലെ ഹീറോനെ കാണിക്കുന്നത്. ഇവന്റെ പേരാണ് ലോങ് ഹാവച്ചൻ. അവൻ അവിടെയുള്ള ലിക്വിഡ്, അത് ലിക്വിഡ് ടോണിക് എന്നാണ് അതിനെ പറയുന്നത്. അത് നോക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് അവരുടെ ട്രെയിനിങ് ചെയ്യുമ്പോൾ ബോഡി വീക്കാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി. ബാൾസ എന്തൊക്കെയോ പറഞ്ഞിട്ട് കേട്ടോ, ഉറക്കെ പറയാൻ കേട്ടു. അവിടെ ജിയാങ് ഹു എന്ന ഒരു പയ്യനുണ്ട്. ഹു എന്ന് പറയാം. അവൻ നല്ല ടാലന്റുള്ള ഒരു പയ്യനാണ്. അവനോട് തന്നെ എനർജി ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നു. അവൻ ചെയ്യുന്നു. അവന് കിട്ടിയത് 13 ആണ്. അങ്ങനെ ഓരോരുത്തർ ചെയ്യാനായിട്ട് തുടങ്ങി. അതിൽ തന്നെ 10 കൂടുതലുള്ളവരുണ്ട്, അതിൽ കുറവുള്ളവരുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് ഇവിടെ പഠിക്കാൻ കഴിയില്ല. അതൊക്കെ കേട്ട് കുറച്ച് ടെൻഷൻ ആകുകയാണ്. അവന് വേണ്ടത് ആ ലിക്വിഡ് ടോണിക്കാണ്. അങ്ങനെ അവന്റെ ഊഴമെത്തി. എല്ലാവരും ഹാവച്ചേനിൽ നല്ല പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. എന്തിനാ ബാൾസ പോലും ഇവൻ സാധാരണ പോലെയല്ല എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഹീറോ ചെന്നിട്ട് അതിലേക്ക് അടിച്ചു. അത് പൊങ്ങിപ്പോയി 9 ചെന്ന് നിന്നു. അതായത് ഫെയിലായി. അതുകൊണ്ട് ഷോക്ക്, നിരാശ. ബാൾസ പറയാനായിട്ട് പറയുമ്പോൾ ഹാവച്ചൻ ഫെയിൽ എന്ന് ഹു. ബാൾസ മനസ്സിലായി, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. ഹാവച്ചൻ ബാൾസയോട് ഒരു പ്രാവശ്യം കൂടി അവസരം ചോദിക്കുമ്പോൾ അവന് വഴക്ക് പറയുകയാണ്. നിന്നെ പോലെ തന്നെയാണ് ഇവരും തോറ്റുപോയി. നിനക്ക് മാത്രമായിട്ട് എങ്ങനെ തരാൻ കഴിയും? അത് കേട്ട് നേരെ അവരുടെ അടുത്ത് നിന്നിട്ട് മുട്ടൂത്തി, എനിക്ക് ഒരവസരം തരണം. എനിക്കറിയാം ഞാൻ ചോദിക്കുന്നത് കൂടുതലാണ്, എന്നാൽ പ്ലീസ് എനിക്കൊരു അവസരം വേണം. അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ കോൺഫിഡൻസും ഉണ്ട്, അവനിൽ അത്ര പ്രതീക്ഷയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാൾസയോട് നമുക്ക് സമ്മതമാണ്, അവന് ഒരു അവസരം കൂടി കൊടുക്കാനായിട്ട് പറയുകയാണ്. എല്ലാവരും പറയുന്നത് ഹോ പോലും. ടീച്ചർ ഹാവച്ചനെ അറിയില്ല അവ എത്രമാത്രമാണ് നൈറ്റിന് കഷ്ടപ്പെടുന്നതെന്ന്, അതാകാനായിട്ട് കഷ്ടപ്പെടുന്നതെന്ന്. ബാൾസ മനസ്സിലായി, എനിക്കറിയാം. എല്ലാവരും വരുന്നതിന് മുൻപേ 1 മണിക്കൂർ മുൻപ്, അതുപോലെ എല്ലാവരും പോയിട്ട് 1 മണിക്കൂർ ശേഷം പോലും അവൻ ഇവിടെ ഇരുന്ന് നന്നായിട്ട് ട്രെയിനിങ് ചെയ്യും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ നടന്നത് ആലോചിച്ച് അവരോട് മിണ്ടാതിരിക്കാനായിട്ട് പറഞ്ഞിട്ട്, നിനക്കറിയാലോ ഹോ നമ്പർ 1 സ്റ്റുഡൻ്റ് ആണ്, എങ്കിലും നീ അവനെ ബീറ്റ് ചെയ്താൽ അവസരം തരാം. അവൻ അപ്പോൾ തന്നെ സമ്മതിച്ചു എന്നതാണ്. അവിടെ ഉള്ളവർക്ക് ഒരവസരം കിട്ടിയതിൽ ഹാപ്പി. ഹോ അവന് ഒരു സോഡ് അത് കൊടുത്തിട്ട് നിന്റെ ബെസ്റ്റ് കാണിക്ക്. ബാൾസ പറയുന്നുണ്ട്, ഫ്രണ്ട്സിന് വേണ്ടി
വിട്ടുകൊടുക്കരുത്. അങ്ങനെ അവരുടെ ഫൈറ്റ് അതും തുടങ്ങി. സ്ട്രെങ്തിൽ വെച്ച് ഹൂ ആണ് മുൻപിൽ. അവരുടെ ഫൈറ്റ് നടക്കുമ്പോൾ ബാൽസ അവിടെ ഉള്ളവരോട് ഈ നൈറ്റ് ആവേണ്ട റൂൾസ് അതെന്തൊക്കെയാണെന്ന് ചോദിക്കണം. എല്ലാവരും ഒരുമിച്ച് പറയാനായിട്ട് തുടങ്ങി. മലയാളത്തിൽ പറയാം: മര്യാദ, ധീരത, വാത്സല്യം, സത്യസന്ധത, നീതി, വ്യക്തി ഇര, മാന്യ, സംരക്ഷണം, പുണ്യം, പേടിയില്ല, അങ്ങനെ എന്തോ 10 അവർ പറയുന്നുണ്ട്. ആ സമയത്ത് അവരുടെ ഫൈറ്റ് ഇടയ്ക്ക് പിന്നെ ഹാവോച്ചൻ അവൻ അറ്റാക്ക് ചെയ്യുന്നത് കണ്ട് ബാൽസയ്ക്കാണെങ്കിൽ അതിശയം. ആ മൂവ് അങ്ങനെ അടിച്ചിട്ട് നേരെ വന്ന് അവന്റെ തലയ്ക്ക് മുകളിലാണ് കൊടുത്തത്. എന്തില്ല ആ എനർജി ടെസ്റ്റ് ചെയ്യുന്നതിന്. അപ്പോൾ 9 എന്നത് 11 മാറുകയും അവൻ ഇവിടെ നിൽക്കാൻ പറ്റുകയും ചെയ്യും. അത് ഫോം കണ്ടിട്ട് പറയുന്നു, ബാൽസ പോലെ ഇത്ര പെട്ടെന്ന് കൂടിയതുകൊണ്ട് അതിശയിച്ചു പോയി. പിന്നെ എങ്ങനെ ആദ്യം കുറഞ്ഞു അതാലോചിച്ചിട്ട് കിട്ടുന്നില്ല. അവിടെ ഉള്ളവർക്ക് അവൻ കയറിയല്ലോ, ഹാപ്പിയാണ്. അവനെ കയ്യിലെടുത്ത് ഫോനെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ഇനി ആര് ഫോനെ ചലഞ്ച് ചെയ്യുന്നു, ഞാൻ എന്ന് പറഞ്ഞ് അവിടെ ഉള്ളവര്. ഈ സമയത്ത് മറ്റൊരു സൈഡില് നമ്മുടെ ഈ സ്റ്റോറിയിലെ ഹീറോയിനായ കയ്യർ അങ്ങനെ എന്തോന്ന് പറയുന്ന നിങ്ങൾക്കറിയാവുന്ന നല്ല പേരോടൊക്കെ അത് പറയണേ. ഇപ്പൊ തൽക്കാലത്തേക്ക് ഹീറോയിൻ എന്ന് തന്നെ പറയാം. അവൾ എന്തോന്ന് അറ്റാക്ക് ചെയ്യുന്ന അവിടെ നിന്ന് വരുന്നുണ്ട്. എന്നാൽ അവൾ അതിൽ നിന്നല്ല ഓടി പോവുകയാണ്. അതിന്റെ അറ്റാക്ക് കിട്ടിയില്ല, എന്നാൽ അവളുടെ അടി കിട്ടി. അവരുടെ സംസാരത്തിൽ നിന്നും ആണ് മനസ്സിലാകുന്നത് അവൾ ടെമ്പിൾ അസസിൻ എന്ന ഗ്രേറ്റസ്റ്റ് ടെമ്പിളിൽ നിന്നും എസ്കേപ്പ് ആയിട്ട് വന്നതാണ്. അവളെ പിടിക്കാനായിട്ടാണ് ഈ വോൾഫ് പോലെയുള്ള ജീവികളെ നോക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വോൾഫ് ഡീമന്റെ ആർക്കോ എന്തൊക്കെ ഒരുപാടുണ്ടാ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും അതെല്ലാം പോകെ ഇപ്പൊ അവളെ പിടിക്കാനായിട്ട് നോക്കുന്നു. അവൾ ഓടി മാറുന്നു. ഇതെല്ലാം നടക്കുന്നത് ഓഡിയൻ ടെമ്പിളിന്റെ ഭാഗത്തായിട്ടാണ്. അവൾ അറ്റാക്ക് ചെയ്യുന്ന ഒന്നിൽ അവൾ പരിക്ക് പറ്റി. എന്നാൽ അവൾ അതിൽ നിന്നെല്ലാം വേദനിച്ചിട്ട് പോലും അവിടെ നിന്ന് പോയാണ്. അവൾക്ക് സംസാരശേഷിയില്ല എന്ന് മനസ്സിലാക്കാം. കാരണം അടിയേറ്റാലും പരിക്കേറ്റാലും അവൾ സംസാരിക്കുന്ന അറ്റ്ലീസ്റ്റ് വിളിക്കുന്നത് പോലും ഇല്ല. അങ്ങനെ അവസാനം അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ടെലിപ്പോർട്ട് പോലെ ഉള്ളതൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് 3 വോൾഫുകൾ ആ ഡീമൺസ് വരുന്നതായിട്ട് അവൾ കാണുന്നത്. അവൾക്ക് അധികം നേരം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നത് മനസ്സിലായി. അങ്ങനെ അവിടെ നിന്ന് ഓടി പോകുന്ന ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് കണ്ട് പിന്നെ മുകളിലോട്ട് പോകുമ്പോഴാണ് ആ ഓഡിയൻ ടെമ്പിൾ അത് കാണുന്നത്. അവിടെ നിന്ന് പിന്നെ എന്താ എന്ന് കാണിക്കുന്നില്ല. പിന്നെ ഓഡിയൻ ഹാളില് പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ട് ഈ വർഷത്തെ പഠിത്തം കഴിഞ്ഞു. ഓരോരുത്തർക്കും അവരുടെ അച്ഛനമ്മ ഒക്കെ വന്ന് വിളിക്കണം. അതെല്ലാം നോക്കി നിൽക്കുകയാണ്. അവന് സങ്കടമുണ്ട്. അങ്ങോട്ട് ബാൽസ് വന്നിട്ട് ടോണിക് ലിക്വിഡ് അത് കൊടുത്തു അവന്റെ ബോഡി ഇമ്പ്രൂവ് ചെയ്യാൻ. നീ ദിവസം ഉപയോഗിക്കണം. നിന്റെ ഫൈറ്റിംഗ് ടാലന്റ് നന്നായിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇത് കാരണമാകണം എന്നൊക്കെ പറയുവാണ്. ഹാവച്ചൻ പറയാൻ വന്നതും ഹോ ആണെങ്കിൽ ഡാവാടാ പോവാം എന്നൊക്കെ പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അവനെന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ബാൽസയ്ക്കും മനസ്സിലായി. അവർ തിരികെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോകുമ്പോൾ ഒരാളെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ആരെന്ന് കാണിക്കുന്നില്ല. അതിനുശേഷം ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഹോയാണ് യു ആണ്. യു അവൻ വന്ന് കിട്ടിയ ടോണിക്കിൽ കൂട് അത് ഹാവച്ചനിന് കൊടുക്കുന്നുണ്ട്. നിന്റെ ഉള്ളത് നീ നിന്റെ അമ്മയ്ക്ക് കൊടുക്കുമെന്ന് എനിക്കറിയാം. അവളാണ് മനസ്സിലാകുന്നേ അവന് കിട്ടിയിരുന്ന എല്ലാ ടോണിക്കും അത് അവൻ ഉപയോഗിച്ചിരുന്നില്ല. അവന്റെ വയ്യാത്ത അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് അവനിൽ ആദ്യം അത്ര എഫേർട്ട് എടുത്തിട്ട് ഒരു 9 കണ്ടത്. അവനോട് ഇപ്പോൾ അമ്മ ബെറ്റർ ആവുന്നുണ്ട്. കഴിഞ്ഞ വർഷവും നീ എനിക്ക് തന്നു, നീ ഇത് ഉപയോഗിക്കാതിരുന്നേ എനിക്കിത് വാങ്ങാൻ കഴിയില്ല. നീ ആദ്യം ഫെയിലായി, പിന്നെ കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ അവൻ മനസ്സിൽ അവന്റെ അമ്മയോട് ആരുടെ മുൻപിലും കുത്തരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അവനത് ചെയ്തു. അങ്ങനെയാണ് അവന് അവസരം കിട്ടിയത്. അതിനോട് ക്ഷമിക്കുക എന്ന് പറയുകയാണ് മനസ്സിൽ. എങ്കിലും ഞാൻ എൻ്റെ ബെസ്റ്റ് കാണുകയും എന്തുകൊണ്ടും അമ്മയെ സംരക്ഷിക്കും. യുബിന് അപ്പോഴാണ് നീ കുടിക്കാതെ തന്നെ 10 കഴിഞ്ഞു. അവൾ നീ കുടിച്ചിരുന്നെങ്കിലോ അവനോട് ഞാൻ ഇവിടെ ഹെർബൽസ് നോക്കിക്കോളാം, ഇത് നീ തന്നെ വെച്ചോ. അവൻ ഈ കാട്ടിൽ ഡേഞ്ചറസ് ബീസ്റ്റ് ഉണ്ട്, സൂക്ഷിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞാണ് അവന് പോകുന്നത്. അങ്ങനെ അവിടെയുള്ള ഹെർബൽസ് അത് പറയുമ്പോഴാണ് ഒരു സൗണ്ട്. അവനൊന്ന് ടെൻഷനായി. സോഡ് എടുത്തുകൊണ്ടുവന്ന് നോക്കുമ്പോൾ അവിടെ നമ്മുടെ ഹീറോയി മയങ്ങിക്കിടക്കുന്നു. അതുകൊണ്ട് ഇതാരടപ്പ എന്ന പോലെ അടുത്തേക്ക് നിന്ന് ജീവനുണ്ടോ എന്ന് നോക്കാൻ പോയതും അവൾക്ക് മനസ്സിലായിട്ട് കഴുത്തിൽ കത്തിച്ച്. എന്നാൽ അത് അവളെ പിടിക്കാൻ വന്നതല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് പരിക്ക്. അത് നോക്കിയിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കി. എന്നാൽ കഴിഞ്ഞില്ല. അവന് കാര്യം ചോദിക്കുമ്പോൾ അപ്പോഴാണ് പറയുന്നതെല്ലാം കയ്യിൽ എഴുതി കാണിക്കുന്നത്. ഇവിടെ ഒരുപാട് മോശമായ ആൾക്കാരുണ്ട്, സിസ്റ്റർ എന്നെ രക്ഷിക്ക്. എന്ത് സിസ്റ്ററാ, ഞാൻ ഒരു പയ്യനാണ്. എന്നാൽ അതൊന്നും മൈൻഡ് ആക്കാതെ അവരെപ്പോ ആണെങ്കിലും വരും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആരുടെ മുൻപിലും പേടില്ല, ഞാൻ ആരുടെ മുൻപിൽ തലവഴമില്ല, മുട്ടൂത്തില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കേ ആ വോൾഫ് വന്നു. അതുകൊണ്ട് അതിശയിച്ച് നിൽക്കുന്നു. പിന്നെ ഒരു ഒറ്റ ഓട്ടമാണ് സ്പീഡിന്. അതും പിറകെ വരുന്നുണ്ട്. അവർ കാട്ടിൽ നിന്നും പുറത്തേക്കെത്തി. എന്നാൽ അത് പിറയുണ്ട്. അവൾക്ക് പോലെ അതിശയം അവനിങ്ങനെ പോകുന്നത്, അവളെ കൊണ്ടുപോകുന്നത്. അവന് പരിക്കൊക്കെ പറ്റുന്നുണ്ട്. എങ്കിലും അതൊന്നും മൈൻഡാക്കാതെ പോവുകയാണ്. അങ്ങനെ പുറത്തെത്തി ഓടി വരികയാണ്. ഒരു കല്ല് തട്ടി വീഴാനായിട്ട് തോന്നി. അപ്പോഴും അവളെ പ്രൊട്ടക്റ്റ് ആയിട്ട് നിന്നു. പിന്നെ ആ വരുന്ന വോൾഫ് ഡീമൻസുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ചെക്കൻ റെഡിയായി. ഒരടി കൊടുത്തതോട്ട്
വോൾഫ് ടീമിന്റെ ഒരടിയിൽ ചെറുക്കാൻ വീണു. അത് അവളുടെ മുകളിലായിട്ട് വന്ന് വീഴുവാണ്. കുറച്ചു നേരം ക്ലോസ് രണ്ടുപേരെ കണ്ണെടുക്കാതെ നിൽക്കുവാണ്. എന്നിട്ട് അവളെന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞ് റെഡി. മനസ്സിൽ ഇത് ടീവൻ വോൾഫാണ്, ഇതിന് സ്പീഡ്, കോർത്ത നഖം കൊണ്ടുള്ള അറ്റാക്ക്, പല്ല് അതാണ്, എന്നാൽ വീക്ക് പോയിന്റ് വയറ്, അതുപോലെ സ്റ്റൊമക്ക്, അതുപോലെ കഴുത്ത് എന്നൊക്കെ പറഞ്ഞാണ് അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ആ വോൾഫിന് പോലെ നല്ല ട്രൈ, എന്നാൽ നീ ചെറുതാണ്, ഇത്ര എളുപ്പത്തിലേ നിനക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് തേച്ചു അടിക്കുന്നുണ്ട്. അത് 3 എണ്ണമാണ്, 3 പേരെ മാനേജ് ചെയ്യാൻ കഴിയില്ല. ഇതിന് മെയിൻ ആയതിനെ കൊല്ലാം ആദ്യം, അതാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായിട്ട് അവൻ ചെല്ലുവാണ്. എന്നാൽ വോൾഫുകളെല്ലാം വളരെ സ്ട്രോങ് ആണ്. ഹാവോച്ചന് വളരെ യങ്ങുമാണല്ലോ, അതിൻ്റെതായ സ്ട്രെങ്ത് മാത്രമേ അവനുള്ളൂ. എന്നിട്ട് പോലും അവനവൻ്റെ മാക്സിമം നോക്കുന്നുണ്ട് ആ പോകുന്ന ബീസ്റ്റുകളെ പിടിച്ചു വെച്ച്. എന്നാൽ അതവനെ നന്നായിട്ട് ഉപദ്രവിക്കുകയാണ്. അവർക്ക് ലക്ഷ്യം നമ്മുടെ ഹീറോയിനെയാണ്. അവൻ നോക്കിക്കോ, രാവിലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞാണ് ഒരു ഡീമൻ വോൾഫ്. എന്നാൽ ചെറുക്കം വിടില്ല. അവരെല്ലാവരും കൂടെ ചേർന്ന് അടിച്ചിട്ടു. അതുകൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അങ്ങനെ അവനുടെ അടുത്തേക്ക് വരുമ്പോഴാണ് അവൻ പിറകിൽ നിന്ന് കുത്തി. എന്നാൽ അത് യഥാർത്ഥ സോഡല്ല, ബോട്ടൺ സോഡാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുത്തി ഇറങ്ങിയില്ല. അവനെ അടിച്ചിടുമ്പോൾ നിങ്ങളിവനെ കഴിയേ എന്ന അവനൊരു ലുക്ക്. എന്താടാ നോക്കുന്നതെന്ന് പറഞ്ഞ് 3 പേരും കൂടി മാറി മാറി അവനെ അടിക്കുന്നു. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവനെ ഇങ്ങനെ സൈഡാക്കി. എത്ര കടി വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞാലും പിന്നെ എഴുന്നേക്ക് വരുവാണ്. നിനക്ക് മതിയായില്ലേ ഇന്ന പോലെ അവരും. അവൻ അവൾക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് അവളാകട്ടെ ഷോക്ക്. കാരണം ആരും തന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവനെ കഴുത്ത് തൂക്കി എടുത്ത് കൊല്ലാനായിട്ട് നോക്കി. എന്ന അവന്റെ കയ്യിൽ ആ സോഡ്, അത് കഴുത്തിൽ കുത്തി കൊടുത്തു. അത് വീക്ക് പോയിന്റ് ആണല്ലോ. അവന്റെ മുഴുവൻ സ്ട്രെങ്ത് ആയതുകൊണ്ട് തന്നെ കുത്തി ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് ക്ഷമിക്ക്, കുറച്ചു നേരം കൂടി എനിക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയും. ആ സമയം നീ എങ്ങനെയെങ്കിലും ഓഡിൻ കാർഡിലേക്ക് പെട്ടെന്ന് ഓടിപ്പോ. അവിടെ ബാൽസ എന്ന ടീച്ചറുണ്ട്, അവരടുത്ത് പറഞ്ഞാൽ മതി, അതുവരെ ഞാൻ അവനെ ഹോൾഡ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ അവന് കൊല്ലാൻ ഇട്ട് കൊടുത്തിട്ട് പോകാൻ തോന്നിയില്ല. അവള് ഫൈറ്റിനിറങ്ങി. പിന്നെ 2 പേരും കൂടി ചേർന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അവൾ പിന്നെ ടെലിപ്പോർട്ട് അതാകണം, അത് ചെയ്ത് വന്നൊക്കെ സ്പീഡിന് അറ്റാക്ക് ചെയ്യണ്. അവൻ സോഡും വെച്ച്. പിന്നെ 2 പേരും കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്യുന്നു. അത് കുറച്ചു നേരം. അവളെ അറ്റാക്ക് ചെയ്യാൻ ഒരു വോൾഫ് വരുമ്പോൾ അവളുടെ ഓർമ്മയിട്ട് താഴേക്ക് പോവുകയാണ്. ഇനി മുതൽ നീന്റെ മകളല്ല, നിനക്ക് ഫ്രണ്ട്സിനെ കിട്ടില്ല, നിന്റെ ഫ്രീഡം ഇല്ല, ഈ എക്സാം കണ്ടിന്യൂ ചെയ്യണം, നിന്റെ 6 സെൻസ് ഇല്ലാതാകും, നിനക്ക് വേറെ ചോയ്സ് ഇല്ല എന്നൊക്കെ പറയുന്ന വോയിസ് ആണ്. അതോർത്ത് താഴേക്ക് പോകുന്നു. എന്നാൽ പെട്ടെന്ന് കണ്ണുറക്കുമ്പോഴാണ് ഹാവച്ചൻ അവളെ അറ്റാക്ക് ചെയ്യാൻ വന്നത്. അവൻ തടയുന്നു. അപ്പോഴേക്കും ആ വോൾഫ് അത് ഇല്ലാതായി. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന എല്ലാം അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളാണ് കാണുന്ന പുതിയ ഒരാള് വന്ന് നിൽക്കുവാണ്. അവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഹാവച്ചൻ നന്ദി പറയുന്നു, രക്ഷിച്ചേ നീ. എന്നാൽ അവളാകട്ടെ അയാളെ കണ്ട് പേടിച്ച് പുറകോട്ട് നിൽക്കുന്നു. നീ എന്റെ കൂടെ വരണം, തിരികെ പോകണം. അവള് വരണ്ട എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്നെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ നേരെ ഒന്ന് ഒറ്റയടി. അവ അവിടെ മയങ്ങി. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ നിന്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവളുടെ പരുക്ക് മാറ്റി. ആ വോൾഫ് ഡീമൺസ് അവന്റെ 5 ഓർഗൻസ് അത് ഡിസ്ട്രോയ് ആക്കി. ഇനി അയാൾ അവൻ ഡെഡാകും. അപ്പോൾ അയാളോട് രക്ഷിക്കാനായിട്ട് പറയുന്ന രീതി, കൂടെ വന്ന് ഹെൽപ്പ് ചെയ്താൽ ചെയ്യാം, ആ എക്സാം ചെയ്താൽ ചെയ്യാം എന്ന് പറയുമ്പോൾ അവനൊന്ന് നോക്കിയിട്ട് അവൻ ചെയ്ത ഹെൽപ്പ് അത് ആലോചിച്ചിട്ട് സമ്മതിക്കണം. അപ്പോൾ തന്നെ അവന് ഹീൽ ചെയ്യാനായിട്ട് തുടങ്ങി. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് മനസ്സിലാകുന്ന രീതി പറഞ്ഞാൽ അവന്റെ ഇന്റേണൽ ഓർഗൻസ് അതുപോലെ ഡിസ്ട്രോയ് ആയ നെറേഡിയൻസ് എല്ലാം ശരിയാക്കുകയാണ്. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ഇമ്മ്യൂൺസ് എല്ലാം പ്യൂരിഫൈ ചെയ്ത്. എങ്കിൽ ആ വന്ന ആള് ഒട്ടും വിചാരിച്ചില്ല ഇത്ര വീക്കായി ഒരുത്തന്നെ ഡീമൺ വോൾഫിനെ എല്ലാം പിടിച്ചു നിൽക്കുന്നു. അവന് താങ്ങാൻ പോലും കഴിയുന്നില്ല. അവൾ ടെൻഷനായിട്ട് നോക്കുകയാണ്. അങ്ങനെ അവസാനം എന്തൊക്കെ കാണിച്ച് അവനെ നോർമലും ആക്കി. അവന്റെ ഉള്ളിലെ എല്ലാം ശരിയായി. ഇതാണ് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ്, നിന്നെ പ്രൊട്ടക്ട് ചെയ്തതിന്, ഇനി പോകാം. എന്നാൽ അവൾ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് നോക്കിയിട്ട് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന റിങ് അത് കൊടുക്കുന്നു. അയാൾ വേണ്ട എന്ന് പറയുന്നുണ്ട്, എന്നാൽ കൊടുത്തു. അവിടെ 2 സോഡ് അതുപോലെ ബാഗ് അതെല്ലാം അവിടെ വെച്ചിട്ട് പോകുന്നു. ഇനി കാണുമെന്ന് പോലും അറിയാതെ. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.